ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി റൈഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് മഹാബലിപുരം പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാബലിപുരത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയ കേട്ടോ. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡ് മൊത്തം കടൽ പോലെ, കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ വരാഹ കേവിലെത്തിയിട്ടോ. വരാഹ കേവ് മാത്രമല്ല, ഇവിടെ ഫുൾ ഗ്രൂപ്പ് ഓഫ് ഇതാണ് ബട്ടർ ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ഓരോ വിഷ്വലും കാണിച്ചു തരാം. ടോട്ടൽ 40 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. ഒരാൾക്ക് 2 പേർക്ക് 80 രൂപ. ആ കാണുന്നതാണ് കേട്ടോ ബട്ടർ ബോൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു തുമ്പത്തൊരു വലിയ പാറക്കല്ലിരിക്കണത്. ബാക്കി സൈഡിലൊക്കെ ഫുൾ പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ആ ഭാഗത്ത് എന്തൊക്കെ കേവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ₹40 ടിക്കറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം പറയില്ല കേട്ടോ. ഇതുപോലെ അടിപൊളി മോണ്യുമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പാറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗി പറഞ്ഞാൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട്, അടിപൊളി സ്പോട്ട്. പിന്നെന്താ പറയുക, ഞങ്ങൾ ഇത്തിരി ലേറ്റായി, 6 മണിക്ക് ക്ലോസ് ചെയ്യും. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോസും ഇതൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല. നാളെ കാലത്തെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടെമ്പിളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും നാട്ടിലോട്ടൊരു 650 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കണം. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ മഹാബലിപുരത്തു നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്നെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഇതെന്താന്നുള്ളത് അറിയില്ല, ചുമ്മാ ഒരു കടൽ നോക്കിയിരിക്കാനുള്ള സംഭവമാണ് തോന്നുന്നു. ഇതേ അത് ഊരെ കാണുന്നതാണ് മഹാബലിപുരം ബീച്ച്. ഈ കാണുന്നതാണ് ഓലക്കന്നേശ്വര ടെമ്പിൾ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ചുറ്റിക്കറങ്ങി കാണാനുള്ളത് എന്തായാലും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും ടൈമില്ല. ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആവാറായി. അതുകൊണ്ട് ഇങ്ങനെ ഓടിപ്പടഞ്ഞിട്ട് മൊത്തം കാണാനുള്ളൊരു അവസ്ഥയില്ല. എന്നാലും ഒരുവിധമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലോസിങ് ടൈമായി. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാണ് കേട്ടോ. പുറത്ത് ഈ ഗേറ്റ്, വേറൊരു ഗേറ്റ് വഴി ഇറങ്ങിയിട്ട് റോട്ടിൽ കൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നൈറ്റ് ബീച്ചിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഷോർ ടെമ്പിളിൻ്റെ ഭാഗത്തായിട്ടാണുള്ളത്. അവിടെ നൈറ്റ് കടകളും കാര്യങ്ങളൊക്കെ നൈസാണ്.
ഞങ്ങളങ്ങനെ ഇന്നലത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ ഒരു 9 മണിക്ക് നീച്ചിട്ട് ഷോർട്ട് ടെമ്പിൾ വന്നേക്കാട്ടോ. ഇവിടെ നോർമലി എല്ലായിടത്തും ഒറ്റ ടിക്കറ്റ് 40 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മോണുമെൻറ്റ്സും ചുറ്റി കാണാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ എടുത്ത ടിക്കറ്റ് റൂമിൽ തന്നെ വെച്ചിട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് പിന്നെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. തൊട്ടടുത്താണ് റൂം, 1/2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ പോകാൻ മടി. അപ്പോൾ നമ്മളങ്ങനെ ഷോർട്ട് ടെമ്പിൾ എന്നൊക്കെ കണ്ട് ഏകദേശം ഒരു 11-11:30 ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി നേരെ നാട്ടിലോട്ടാട്ടോ. ഒരു 640 കിലോമീറ്ററോളം ഉണ്ട് ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിച്ചിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഓൺലി റൈഡ് ആ ഒരു സെറ്റപ്പാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.